സോ ഇനി നമുക്കപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? FSSA ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്റ്റിലുള്ള ചാപ്റ്റർ 1 പ്രിലിമിനറിയിലുള്ള സെക്ഷൻ 3 ഡെഫിനിഷൻസിൽ നമ്മൾ 2 ഭാഗം പഠിച്ചു. ഡെഫിനിഷൻസിൽ വരുന്നതിൽ അതിലിനി 3-ാമത്തെ ഭാഗമാണ് ഇത് വീഡിയോ ഇടുന്നത്. അപ്പോൾ 3-ാമത്തെ ഭാഗത്തിൽ ആദ്യത്തെ, അതായത് 3-ാമത്തെ ഭാഗത്തിലുള്ളതാണ്, അതായത് ZG നോട്ടിഫിക്കേഷൻ ആണ്. മീൻസ് എ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ഇൻ ഒഫീഷ്യൽ. നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ, അതായത് ഒഫീഷ്യൽ ഗസറ്റയിൽ വരുന്ന നോട്ടിഫിക്കേഷനാണ് നോട്ടിഫിക്കേഷൻ. ഇനി പാക്കേജ്. പാക്കേജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ? പാക്കേജ് മീൻസ് എ പ്രീ പാക്ക്ഡ് ബോക്സ്, ബോട്ടിൽ, കാസ്കറ്റ്, ടിന്ന്, ബാരൽ, കേസ്, പൗച്ച്, റിസെപ്റ്റക്കിൾ, സാക്ക്, ബാഗ്, റാപ്പർ ഓർ സച്ച് അതർ തിങ്സ് ഇൻ വിച്ച് ദ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഈസ് പാക്ക്ഡ്. ഫുഡ് പാക്ക് ചെയ്ത എല്ലാ സാധനവും പാക്കേജാണ്. അത് എന്താവാം? ബോക്സ് ആവാം, ബോട്ടിലാവാം, കാസ്കറ്റ് ആവാം, ടിന്നാവാം, ബാരലാവാം, കേസ് ആവാം, പൗച്ച് ആവാം, റിസെപ്റ്റക്കിൾ ആവാം, ഇങ്ങനത്തെ എന്ത് സാധനവും ആവാം. അതിനെന്താണ് പറയുന്നത്? പാക്കേജാണ്. സംഭവം ഫുഡിനെ പാക്ക് ചെയ്ത് എന്ത് സാധനവും പാക്കേജാണ്. നെക്സ്റ്റ് വൺ പ്രിമൈസസ്. എന്താണ് ഈ പ്രിമൈസസ് എന്ന് പറയുന്നത്? ഷോപ്പ്, സ്റ്റാള്, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, എയർലൈൻ സർവീസസ് ആൻഡ് ഫുഡ് ക്യാൻറ്റീൻസ്, പ്ലേസ് ഓർ വെഹിക്കിൾസ് ഓർ വെസൽ വേർ എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഈസ് സോൾഡ് ഓർ മാനുഫാക്ചർ ഓർ സ്റ്റോർഡ് ഫോർ സെയിൽ. അത്രയേ ഉള്ളൂ. അതായത് ഫുഡിനെ വിൽക്കുന്നതോ ഫുഡ് ഉണ്ടാക്കുന്നതോ ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നതോ ആയ എന്ത് സ്ഥലം, ഏത് സ്ഥലം എന്തിൽ വരുന്നു? പ്രിമൈസസിൽ വരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ കോളേജിലെ ക്യാൻറ്റീൻ വരെ എന്താവുന്നു? പ്രിമൈസസിൽ ഉൾപ്പെട്ടതായിരിക്കും. ഫുഡ് ക്യാൻറ്റീൻ, എയർലൈൻ സർവീസസ്, എവിടെയും ഫുഡ് എവിടെയൊക്കെ വിൽക്കുന്നു അവിടെയൊക്കെ എന്താണ്? അതൊക്കെ എന്താണ്? പ്രിമൈസസിൽ വരുന്നു. ഇനി അടുത്ത പ്രിസ്ക്രൈബ്ഡ്. എന്താണ് പ്രിസ്ക്രൈബ്ഡ്? മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് മെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് ദ കേസ് മേ ബി അണ്ടർ ദിസ് ആക്ട്. പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് റൂൾസാണ്. അതായത് ഈ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഉണ്ടാക്കിയ റൂൾസിൽ പറയുന്ന കാര്യങ്ങളാണ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രൈമറി ഫുഡ്. പ്രൈമറി ഫുഡ് മീൻസ് an article of food being a produce of agriculture or horticulture or animal husbandry and dairying or aquaculture in its natural form, resulting from the growing, raising, cultivation, picking, harvesting, collection or catching in the hands of a person other than a farmer or fisherman. പ്രൈമറി ഫുഡ്. പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത് എന്താ ഇപ്പോൾ പറയുന്നത്? അതായത് നമ്മൾ കൃഷി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ചെയ്തിട്ടോ ആനിമൽ ഹസ്ബൻഡറിയോ ഡയറിങ്ങോ ചെയ്തിട്ട് നമുക്ക് അതിൻ്റേതായ നാച്ചുറൽ ഫോമിൽ, അതായത് പ്രോസസ്സ് ചെയ്യാത്ത ഫുഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മാങ്ങ പറിച്ച് തിന്നുകയാണെന്ന് വെച്ചാൽ അപ്പോൾ മാങ്ങ എന്താണ്? മാങ്ങ പ്രൈമറി ഫുഡാണ്. മനസ്സിലായില്ല? അങ്ങനെ അതിനാണ് പ്രൈമറി ഫുഡ്. അതായത് നാച്ചുറൽ ഫോമിൽ തന്നെ കഴിക്കാനുള്ള ഫുഡിന് പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്രൊഹിബിഷൻ ഓർഡർ. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 33-ാമത്തെ സെക്ഷനിൽ വരുന്നത് അല്ലേ? 33-ാമത്തെ സെക്ഷനിൽ വരുന്നത് പ്രൊഹിബിഷൻ ഓർഡർ. അപ്പോൾ ഡെഫിനിഷൻസിൽ നമ്മൾ എത്ര സെക്ഷൻസ് പഠിച്ചു? 30-ാമത്തെ സെക്ഷൻ ഏതായിരുന്നു? കമ്മീഷണർ അല്ലേ? 30-ാമത്തെ സെക്ഷന്. സോ അപ്പോൾ എന്തായിരുന്നു? പ്രൊഹിബിഷൻ ഓർഡർ 33-ാമത്തെ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി വരുന്ന ഇതെന്തായിരുന്നു? 30-ാമത്തെ സെക്ഷനാണ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി വരുന്നു. പിന്നെ പഠിച്ചത് നമ്മൾ 31-ൽ ലൈസൻസ് പഠിച്ചു. 31-ൽ എന്ത് പഠിച്ചു? ലൈസൻസ് പഠിച്ചു. ഇപ്പോൾ ഇതാ 33 പ്രൊഹിബിഷൻ ഓർഡർ. പിന്നെ പഠിച്ചത് 36-ൽ സെക്ഷൻ 36 ആരായിരുന്നു? ഡെസിഗ്നേറ്റഡ് ഓഫീസർ. സെക്ഷൻ 37 ആരായിരുന്നു? ഫുഡ് സേഫ്റ്റി ഓഫീസർ. സെക്ഷൻ 43 പിന്നെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ഫുഡ് ലാബ്. സെക്ഷൻ 45 ഫുഡ് അനലിസ്റ്റ്. ഒന്നും കൂടി പറയാം. സെക്ഷൻ 30 കമ്മീഷണർ, സെക്ഷൻ 31 ലൈസൻസ്, സെക്ഷൻ 33 പ്രൊഹിബിഷൻ ഓർഡർ, സെക്ഷൻ 36 ഡെസിഗ്നേറ്റഡ് ഓഫീസർ, സെക്ഷൻ 37 ഫുഡ് സേഫ്റ്റി ഓഫീസർ, സെക്ഷൻ 43 ഫുഡ് ലബോറട്ടറി, സെക്ഷൻ 45 ഫുഡ് അനലിസ്റ്റ്. ഇത്രയും സെക്ഷൻസാണ് ഇപ്പോൾ ഡെഫിനിഷൻസിൽ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത റിസ്ക്. In relation to any article of food means the probability of an adverse effect on the health of the consumers. കണ്ടോ? കൺസ്യൂമേഴ്സിൻ്റെ ഹെൽത്തിൽ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റിയാണ് എന്ത്? റിസ്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു ആർട്ടിക്കിൾ ഓഫ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു കഴിക്കുന്ന കൺസ്യൂമേഴ്സിന് ഹെൽത്തിന് ഉണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്റ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് എന്ത്? റിസ്ക് എന്ന് പറയുന്നത്. ഇനി റിസ്ക് അനാലിസിസ്. റിസ്ക് അനാലിസിസ് ചെയ്യുന്ന 3 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്നാമത്തത് റിസ്ക് അസസ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ. റിസ്ക് അനാലിസിസ് ഇൻ റിലേഷൻ ടു എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് മീൻസ് എ പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് 3 components: risk assessment, risk management and risk communication. Next one,
അടുത്ത സ്ലൈഡ്. അടുത്ത സ്ലൈഡിൽ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് പറയുന്നത് റിസ്ക് അസസ്മെൻറ്റ്. റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് അസസ്മെൻറ്റ് മീൻസ് എ സയൻറ്റിഫിക്കലി ബേസ്ഡ് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളുണ്ട്. ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, ഹസാർഡ് ക്യാരക്ടറൈസേഷൻ, എക്സ്പോഷർ അസസ്മെൻറ്റ് ആൻഡ് റിസ്ക് ക്യാരക്ടറൈസേഷൻ കേട്ടോ. അപ്പോൾ എന്താണ്? ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, ക്യാരക്ടറൈസേഷൻ, അസസ്മെൻറ്റ്, റിസ്ക് ക്യാരക്ടറൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് റിസ്ക് അസസ്മെൻറ്റിൽ. എങ്ങനെയാണ് റിസ്ക് വരുന്നതും അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസും ക്യാരക്ടറിസ്റ്റിക്സും എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി റിസ്ക് കമ്മ്യൂണിക്കേഷൻ മീൻസ് ഇൻറ്ററാക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഒപ്പീനിയൻസ് ത്രൂ ഔട്ട് ദ റിസ്ക് അനാലിസിസ് പ്രോസസ് കൺസേണിംഗ് risk-related factors and risk perceptions among risk assessors, risk managers, consumers, industry, the academic community and other interested parties, including the explanation of risk assessment findings and the basis of risk management decisions. അതായത് റിസ്ക് കമ്മ്യൂണിക്കേഷൻ വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സംഭവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഈ റിസ്ക് അസസ്മെൻറ്റ് നടത്തുക. അപ്പോൾ റിസ്ക് അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ, ചിലപ്പം മേലുദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറയുമല്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതിനാണ് എന്ത് പറയുന്നത്? റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റിസ്ക് മാനേജ്മെൻ്റ് ആണ്. മീൻസ് എ പ്രോസസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം റിസ്ക് അസസ്മെൻറ്റ് ഓഫ് ഇവാലുവേറ്റിംഗ് പോളിസി ആൾട്ടർനേറ്റീവ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഓൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് കൺസിഡറിംഗ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിലവൻറ്റ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് ദ ഫെയർ ട്രേഡ് പ്രാക്ടീസ് ആൻഡ് ഇഫ് നീഡഡ് സെലക്ടിംഗ് അപ്രോപ്രിയേറ്റ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓപ്ഷൻ. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്താ? റിസ്ക് മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യുക. റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്താ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. റിസ്ക് മാനേജ്മെൻറ്റ് എന്താ? മാനേജ് ചെയ്യുക. അതായത് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്കിന് എന്തൊക്കെ ചെയ്യണം, ആ റിസ്ക് നമ്മൾ ആ റിസ്കിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ആ റിസ്കിനെ നമുക്ക് മാറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിലാണ് മാനേജ് ചെയ്യുന്നതിനാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സെയിൽ. With its grammatical variations and cognate expressions means the sale of any article of food, whether for cash or on credit or by way of exchange, and whether the buys wholesale or retail for human consumption or use or for analysis, and includes an agreement for sale, an offer for sale, the exposing for sale or having in possession for sale of any such article, and includes also an attempt to sell any such article. ഒന്നുമില്ലടോ, പറയുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നുമെങ്കിലും നിയമമാണ്. നിയമത്തിൽ അപ്പോൾ നമ്മൾ ഫുഡുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയണം, എന്നാലേ അതിൽ എന്ത് ചെയ്യുള്ളൂ? സെയിൽ എന്ന് വെച്ചാൽ ഇത്രയുള്ളൂ, ഒരു ആർട്ടിക്കിൾ ഓഫ് ഫുഡ് വിൽക്കുന്നതിനാണ് സെയിൽ എന്ന് പറയുന്നത്. എന്താണ് ആർട്ടിക്കിൾ ഓഫ് ഫുഡ്? ഒന്നെങ്കിൽ ക്യാഷിന്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്ചേഞ്ച് വഴി, ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ, ഹ്യൂമൻ കൺസപ്ഷനോ അല്ലെങ്കിൽ യൂസിനോ അല്ലെങ്കിൽ അനാലിസിസിനോ ഒരു എഗ്രിമെൻറ്റ് സെയിൽ ഉണ്ടാക്കുന്നതിൽ ഓഫർ ഫോർ സെയിൽ, എക്സ്പോസിങ് ഫോർ സെയിൽ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ സെയിലിൽ വരുന്നതാണ്. ഒന്നുമില്ല, ഫുഡിൻ്റെ ആർട്ടിക്കിൾ ഓഫ് ഫുഡ്, ആ ഫുഡിനെ എന്ത് ചെയ്യാണ് നമ്മൾ? ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ അതിനെ വിൽക്കുന്നതും കാര്യങ്ങൾ എങ്ങനെയൊക്കെ അത് വിൽക്കുന്നതും അതെങ്ങനെയൊക്കെ വിൽക്കാം? അഗ്രിമെൻ്റ് ആക്കിയിട്ടും ഓഫർ കൊടുത്തിട്ട് എക്സ്പോസ് ചെയ്തിട്ടൊക്കെ വിൽക്കുന്നതിനാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സാമ്പിൾ. Sample means a sample of any article of food taken under the provisions of this act or any rules and regulations made thereunder. സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സാമ്പിളാണ്. എന്താണ് ഈ സാമ്പിള്? എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ടേക്കൺ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഓർ എനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേഡ് ദാർ. അതായത് ഈ ഇപ്പം നമ്മളൊരു പഠിച്ചിരുന്നു അല്ലേ, അനാലിസിസിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഒരു ടെസ്റ്റിന് സാധനം എടുക്കുന്നു, അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ അതിന് പറയുക സാമ്പിൾ എന്നാണ്. അതായത് ഈ ആർട്ടിക്കിളിൻ്റെ ഈ ഒരു ആക്ടിൻ്റെ ഇതിൽ വരുന്ന ഏതൊരു ഫുഡ് ആർട്ടിക്കിളും നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ് അതിന് പറയുന്നത്? സാമ്പിൾ എന്ന് പറയുന്നു. ഇനി അടുത്ത സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസ് മീൻസ് സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസ് മെയ്ഡ് ബൈ ദ ഫുഡ് അതോറിറ്റി. അതായത് ഫുഡ് അതോറിറ്റി ഉണ്ടാക്കിയ റെഗുലേഷൻസാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇൻ റിലേഷൻ ടു എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് മീൻസ് ദ സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈഡ് ബൈ ദ ഫുഡ് അതോറിറ്റി. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഇൻ റിലേഷൻ ടു എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് മീൻസ് ദ സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈഡ് ബൈ ദ ഫുഡ് അതോറിറ്റി. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ റിലേഷൻ ടു എ യൂണിയൻ ടെറിട്ടറി മീൻസ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ യൂണിയൻ ടെറിട്ടറി appointed by the president under article 239 of the constitution. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താ? സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള ഗവൺമെൻറ്,
കർണാടക ഗവൺമെൻറ് സംഭവം അത്രയേ ഉള്ളൂ. ഗവൺമെൻറ് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന 239 ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന യൂണിയൻ ടെറിട്ടറി അപ്പോയിന്റ് ചെയ്യുന്ന എന്താണ് അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. യൂണിയൻ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളെ കേരളത്തിലെ ഗവൺമെൻറ്, കർണാടകയിലെ ഗവൺമെൻറ്, അങ്ങനെ അതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി അടുത്ത substance includes any natural or artificial substance or other matter, whether it is in solid state or in liquid form or in the form of gas or vapor. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലോ ലിക്വിഡ് സ്റ്റേറ്റിലോ ഉണ്ടാവുക, അല്ലെങ്കിൽ ഗ്യാസിലോ വേപ്പർ ഫോമിലോ ഉണ്ടാകുന്ന നാച്ചുറലോ ആർട്ടിഫിഷ്യലോ ആയ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത substandard. An article of food shall be deemed to be substandard if it does not meet the specified standards but not so as to render the article of food unsafe ആണ്. Substandard. An article of food shall be deemed to be substandard if it does not meet the specified standards. സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഉണ്ട്, അത് സബ്സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എങ്ങനെ, അതിൻ്റെ സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് അതിനില്ലെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു സാധനം വെക്കുമ്പോൾ ആ സാധനം വെക്കുമ്പോൾ അതിന് ഇത്രയും വൈറ്റമിൻസ് ഉണ്ട്, ഇത്രയും മിനറൽസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വിൽക്കുകയാണ്. പക്ഷേ സാധനം പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അതെന്തായി, ആ ഫുഡ് സബ്സ്റ്റാൻഡേർഡായി മാറി. മനസ്സിലായില്ലേ? പക്ഷെ അതെന്തല്ല, അൺസേഫ് അല്ല, ഫുഡ് അൺസേഫ് അല്ല, അതിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ച് കുറഞ്ഞു. സ്റ്റാൻഡേർഡ് കുറയാന്ന് വെച്ചാൽ ഇതാണ്, അതിലുണ്ടാകുന്ന നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവസാനം നോക്കുമ്പോൾ അതിലില്ലാത്ത അവസ്ഥ. ഇനി അടുത്ത ട്രൈബ്യൂണൽ മീൻസ് എ ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് അണ്ടർ സെക്ഷൻ 70. അത് അടുത്ത സെക്ഷൻ വന്നപ്പോൾ ട്രൈബ്യൂണൽ എന്തായിരുന്നു, സെക്ഷൻ 70 വരുന്നതാണ്. ട്രൈബ്യൂണൽ സെക്ഷൻ 70. അപ്പോൾ എത്ര സെക്ഷനായി? ഫുഡ് ആദ്യത്തെ സെക്ഷൻ 30 കമ്മീഷണർ, സെക്ഷൻ 31 ലൈസൻസ്, സെക്ഷൻ 33 പ്രൊഹിബിഷൻ ഓർഡർ, സെക്ഷൻ 36 ഡെസിഗ്നേറ്റർ ഓഫീസർ, സെക്ഷൻ 37 ഫുഡ് സേഫ്റ്റി ഓഫീസർ, സെക്ഷൻ 43 ഫുഡ് ലാബ്, സെക്ഷൻ 45 ഫുഡ് അനലിസ്റ്റ്. ഇപ്പോൾ സെക്ഷൻ 70 അതെന്താണ്, ട്രൈബ്യൂണൽ. സെക്ഷൻ 70 ട്രൈബ്യൂണൽ. ഇനി അടുത്തത് അൺസേഫ് ഫുഡ്. അൺസേഫ് ഫുഡ് എന്താണെന്നുള്ളതാണ്. ഇത് മീൻസ് ആൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഹൂസ് നാച്ചുറൽ സബ്സ്റ്റൻസ് ഓർ ക്വാളിറ്റി ഈസ് സോ അഫക്റ്റഡ് ആസ് ടു റെൻഡർ ഇറ്റ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണ്. ഹെൽത്തിന് ഇൻജൂറിയസ് ആയ സാധനമാണ് അൺസേഫ് ഫുഡ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ട, ഇത്രയും കാര്യങ്ങൾ അൺസേഫ് ഫുഡിൽ വരുന്ന കേട്ടോ. ഈ 1 മുതൽ 12 വരെ. ബൈ ദ ആർട്ടിക്കിൾ ഇറ്റ്സെൽഫ് ഓർ ഇറ്റ്സ് പാക്കേജ് thereof which is composed whether wholly or in part or of poisonous or deleterious substance. ആർട്ടിക്കിൾ എന്താണ്, ഒന്നെങ്കിൽ ഈ ആർട്ടിക്കിൾസിന് എന്താ പോയിസണസോ ആയ, അല്ലെങ്കിൽ അത് നമുക്ക് മീൻസ് കഴിക്കുന്ന ആ വ്യക്തിക്ക് ഹാംഫുള്ളായ എന്തെങ്കിലും സാധനം ഉണ്ടാവുക, അത് ആ സാധനം കഴിക്കുക. By the article consisting wholly or in part of any filthy, putrid, rotten, decomposed or diseased animal substances or vegetable substance. അതായത് ചീഞ്ഞളിഞ്ഞ എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയ ആനിമൽസിൻ്റെ എന്തെങ്കിലും ഈ കൂറ വാറ്റ അങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെ കിട്ടുക, അതൊക്കെ എന്തിൽ വരുന്നതാണ്, അൺസേഫ് ഫുഡിൽ വരുന്നതാണ്. By virtue of its unhygienic processing or the presence in that article of any harmful substance. അതായത് അൺഹൈജീനിക് പ്രോസസ്സിങ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഫുഡിൽ മറ്റെന്തെങ്കിലും ഒരു സാധനം വരിക, അതിനെന്ത് പറയുന്നു, അൺസേഫ് ഫുഡാന്ന് പറയുന്നു. ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എനി ഇൻഫീരിയർ ഓർ ചീപ്പർ സബ്സ്റ്റൻസ് വെദർ വോളി ഓർ ഇൻ പാർട്ട്. അതായത് എന്തെങ്കിലും ഒരു അതിലിപ്പോൾ നമ്മൾ ഇതാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചീപ്പറോ ഇൻഫീരിയർ ആയ സാധനം കൂട്ടി അത് ഉണ്ടാക്കുക, അപ്പോൾ അതെന്താണ്, അൺസേഫ് ആണ്. ബൈ അഡീഷൻ ഓഫ് സബ്സ്റ്റൻസ് റിലേറ്റീവ് ഓർ ഇൻഗ്രീഡിയൻറ്റ് വിച്ച് ഈസ് നോട്ട് പെർമിറ്റഡ്. കണ്ടോ, പെർമിഷൻ ഇല്ലാത്ത സാധനം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അടുത്തത് ബൈ ദ അബ്സ്ട്രാക്ഷൻ വോളി ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഓഫ് ഇറ്റ്സ് അതായത് ഒന്നെങ്കിൽ എന്തായിരുന്നു അതിലേക്ക് ആഡ് ചെയ്യുക, എന്നുവെച്ചാൽ അധികം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സാധനം ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുക, പെർമിറ്റ് ചെയ്യാത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിലുള്ള സാധനം എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് എടുക്കുക. അതായത് ഇപ്പോൾ ഫാറ്റ് കൂടുതലുള്ള പാലിനാകും കുറച്ച് ഫാറ്റ് നമ്മൾ എടുത്ത് മാറ്റി വെക്കുക, അതാണ് ഉദ്ദേശിച്ചിട്ട് അബ്സ്ട്രാക്ഷൻ ഓഫ് അല്ലെ വോളി ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഓഫ് ഇറ്റ്സ് കൺസ്റ്റിറ്റ്യൂവൻ്റ്, അല്ലെ അതിലുള്ള എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂവൻസിനെ എടുക്കുക. ബൈ ദ ആർട്ടിക്കിൾ ബീങ് സോ കളേർഡ്, ഫ്ലേവേർഡ് ഓർ കോട്ടഡ്, പൗഡേർഡ് ഓർ പോളിഷ്ഡ് ആസ് ടു ഡാമേജ് ഓർ conceal the article or to make it appear better or of greater value than it really is. ഇതെന്താ പറയുന്നത്, ഈ കളർ ചെയ്തതോ അല്ലെങ്കിൽ ഫ്ലേവർ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ട്, പൗഡർ, പോളിഷ്, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് ഈ ആർട്ടിക്കിളിൻ്റെ
ഇത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത ബൈ ദ പ്രസൻസ് ഓഫ് എനി കളറിംഗ് മാറ്റർ ഓർ പ്രിസർവേറ്റീവ്സ് അതർ ദാൻ സ്പെസിഫൈഡ്, അതായത് അണ്ടറിൽ ഈ ആക്റ്റിൽ പറയാത്ത എന്തെങ്കിലും പ്രിസർവേറ്റീവ്സോ കളറിംഗ് മാറ്ററോ ഉണ്ടാവുക. ബൈ ദ ആർട്ടിക്കിൾ ഹാവിങ് ബീൻ ഇൻഫെക്റ്റഡ് ഓർ ഇൻഫെസ്റ്റഡ് വിത്ത് വേംസ്, വീവിൾസ്, ഇൻസെക്ട്സ്, അതായത് ഇത് ഇൻഫെസ്റ്റ് ഇത് ഉണ്ടാവുക, വീവിൾസും വേംസ് ഒക്കെ ഉണ്ടാവുക. ബൈ വേർച്യൂ ഓഫ് ബീയിങ് പ്രിപ്പയർഡ് പാക്ഡ് ഓർ കെപ്റ്റ് അണ്ടർ ഇൻസാനിറ്ററി കണ്ടീഷൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഇൻസാനിറ്ററി കണ്ടീഷൻസിൽ വെച്ചിട്ട്. ബൈ വേർച്യൂ ഓഫ് ഇസ് ബീങ് മിസ് ബ്രാൻഡഡ്, സബ്സ്റ്റാൻഡഡ് ഓർ ഫുഡ് കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ ആയതുകൊണ്ടായിരിക്കാം. ബൈ വേർച്യൂ ഓഫ് കണ്ടെയ്നിങ് പെസ്റ്റിസൈഡ്സ് ആൻഡ് അതർ കണ്ടാമിനൻസ് ഇൻ എക്സസ് ഓഫ് ക്വാണ്ടിറ്റി സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, പെസ്റ്റിസൈഡ്സിൻ്റെ എന്തായിരുന്നു അൺസേഫ് ഫുഡിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞു, ഡെഫിനിഷൻസ് ഫുള്ള് കഴിഞ്ഞു. ഡെഫിനിഷൻസ് മൊത്തം കഴിഞ്ഞു. സെഡ് വരെ, അതായത് A to Z ഉണ്ട്. സെഡ് കഴിഞ്ഞ് ZA ZB മുതൽ ZZ വരെ ഉണ്ട്. പക്ഷേ പഠിക്കാൻ എളുപ്പമാണ്. അത് രീതിയിൽ പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ.